Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാറ്റഗറി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ ചാനൽ എൻ്റെ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ ഐക്കണിൽ പോവാം. അവിടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് കാണാൻ കഴിയും. ആ സെറ്റിങ്സിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഓപ്പൺ ആകും. അതിൽ നമ്മൾ വീഡിയോ അപ്ലോഡ്സ് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ടാവും. ഈ അഡ്വാൻസ് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ഈ കാറ്റഗറി കിടക്കുന്നത് നണ്ണാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കാറ്റഗറീസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് റിലേറ്റഡ് ആയിട്ടാണ്, മ്യൂസിക് ആണോ, സ്പോർട്സ് ആണോ, പെറ്റ് ആൻഡ് അനിമൽസ്, അങ്ങനെ ഓരോന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഹൗ ടു എന്നുള്ളതാണ്, ട്യൂട്ടോറിയൽ വീഡിയോസാണ്. അപ്പോൾ ഹൗ ടു സ്റ്റൈൽ, അതല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഏത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണോ ആ ഒരു കാറ്റഗറി ഇവിടുന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ സ്പോർട്സ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചാനൽ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാറ്റഗറിയിൽ വന്നുകൊണ്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഹൗ ടു എന്നുള്ളതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹൗ ടു കൊടുത്തു. ഓക്കെ, ഈ ഹൗ ടു കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ സേവ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ വീഡിയോസിൽ വരിക. ഓക്കെ, നമുക്കിവിടെ ഓരോ വീഡിയോസും നമ്മൾ ഏത് കാറ്റഗറിയാണ് കൊടുത്തിട്ടുണ്ടാവുക എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ ഹൗ ടുയിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ എഡിറ്റ് ഉണ്ടാവും. ആ എഡിറ്റിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാറ്റഗറി ഉണ്ടാവും. ഈ കാറ്റഗറി സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് കാറ്റഗറി ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഏതിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത് അതിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഹൗ ടു ആയിരുന്നു. അതിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ആ ഹൗ ടു എന്നുള്ളതിലോട്ട് മാറും. ഓക്കെ, അതിനുശേഷം നമ്മുടെ അപ്ഡേറ്റ് വീഡിയോസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലോട്ട് അത് അപ്ഡേറ്റ് ആവും. ഓക്കെ, അവർ പെർമിഷൻ ചോദിക്കും. ഓക്കെ, നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് വീഡിയോസ് കൊടുക്കും. ഓക്കെ, കാരണം നമ്മുടെ ഒരു വീഡിയോ റൈറ്റ് കാറ്റഗറിയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന വ്യൂസും കാര്യങ്ങളും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മളോട് കാറ്റഗറി 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഇവിടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ എടുത്തതുപോലെ തന്നെ നമ്മളിവിടെ കാറ്റഗറി ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഒരു കാറ്റഗറി ആവും ഹൗ ടു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചാനൽ ഇൻ കേസ് മാറ്റുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്കിവിടെ 10-13ഓളം കാറ്റഗറീസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാറ്റഗറി നമ്മളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി യൂസ് ചെയ്യും. ചിലർ ഗെയിമിംഗ് ആവും ചെയ്യുന്നുണ്ടാവുക, ചിലർ വ്ളോഗിങ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് എന്താണോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആയിരിക്കണം നമ്മുടെ ചാനൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചാനലിൻ്റെ കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.